Good morning. Good morning, Miss. Let's start. Last class we have discussed about operations on graphs, right? So what are the operations we discussed? The first one, union of two graphs. And second one, intersection of two graphs. And third one, ring sum of two graphs, G1 and G2. So what do you mean by ring sum? The ring sum means the G1 ring sum G2 gives a new graph G3. It consists of vertex at V1 union V2 and of edges that are either in G1 or G2 but not in both. Okay. The next, if G is a subgraph of capital letter G. If G is a subgraph of capital letter G, then G ring sum small g gives എന്തായിരിക്കും? Here, this is G and this is small letter g. G is a subgraph of this G. Then I performing ring sum of G. Then the resultant graphs A, B, C, D. 1, 2, 3. Okay. So ഇതായിരിക്കും resultant graph. നമുക്ക് എന്ത് എഴുതാം? G ring sum of small letter g equal to എന്തായിരിക്കും? ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ജസ്റ്റ് ജി മൈനസ് ജി ഇതൊന്ന് പെർഫോം ചെയ്തേ. ജി മൈനസ് ജി, ദാറ്റ് മീൻസ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഈ സബ് ഗ്രാഫ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുക മീൻസ് അതിന്റെ എഡ്ജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ജി മൈനസ് ജി ഗിവ്സ് എന്തായിരിക്കും? എ, ബി, 2, 1, സി, ഡി, 3. അല്ലേ? ജിയിൽ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് ഉണ്ട്. സോ ജി മൈനസ് ജി ആ ഒരു പെർട്ടിക്കുലർ എഡ്ജ് റിമൂവ് ചെയ്യാണ്. അപ്പൊ ജി റിംഗ് സം ജി ഇസ് സെയിം ആസ് ജി മൈനസ് ജി. നമുക്ക് എന്ത് എഴുതാം? ജി റിംഗ് സം ജി ഈക്വൽ ടു ജി മൈനസ് ജി. ഇസ് ഇറ്റ് ക്ലിയർ? Miss. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോ. The next operation, decomposition. Okay, so a graph G is said to be have been decomposed into two subgraphs. G1 and G2
if the G1 union G2 equal to G and G1 intersection G2 equal to a null graph. Then every edges of G occurs either in G1 or in G2, but not in both. The sum of vertices may occur in both G1 and G2. Occur in both G1 and G2. Okay, so അതായത് നമുക്കൊരു ഗ്രാഫ് ജി എന്ന് പറഞ്ഞ ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്യാം. ഒരു ഗ്രാഫ് ജിയുടെ ഡീകമ്പോസ് ചെയ്തിട്ട് 2 ഗ്രാഫ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഈ ഒരു 2 ഗ്രാഫ്സിൽ G1 ആൻഡ് G2 എഡ്ജസ് കോമൺ എഡ്ജസ് ഉണ്ടാവില്ല. ലൈക്ക് G1 ഈ ക്യാപിറ്റൽ ജിയിലെ എഡ്ജസ് ഒന്നെങ്കിൽ G1 അല്ലെങ്കിൽ എന്താ G2 അപ്പൊ കോമൺ എഡ്ജസ് എവിടെ ഉണ്ടാവില്ല, G1 ആൻഡ് G2 ഉണ്ടാവില്ല. ബട്ട് വെർട്ടെക്സ് കോമൺ ആവാം. ഓക്കെ ആണോ? ഓക്കെ. Then ഒരു എക്സാമ്പിൾ നോക്കാം. A, B, C, D, E, F, E1, E2, E3, E4, E5, E6. So this is G. നെക്സ്റ്റ് ഇതിനെ ഡീകമ്പോസ് ചെയ്യാണ്. ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു 2 ഗ്രാഫ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്, G1 ആൻഡ് G2. ഏതൊക്കെയായിരിക്കും G1 ആൻഡ് G2? ഒരു എക്സാമ്പിൾ പറഞ്ഞ G1 ആൻഡ് G2. A, B, C, D, E1, E2, E8, E6. This is G1. Any next G2. B, E, D, F, E3, E4, E5, E9. G2. നോക്കിയേ, ഈ ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്തിട്ട് 2 ഗ്രാഫ്സ് കിട്ടി, G1 ആൻഡ് G2. അപ്പൊ G1 ആൻഡ് G2 കോമൺ എഡ്ജസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, കോമൺ വെർട്ടീസസ് ഉണ്ടല്ലേ, B ആൻഡ് D. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോ. The next operation, deletion. Okay, we can delete a vertex or edges from the graph. First, deletion of vertices. Deletion of vertices or vertex.
that denoted as G minus Vi. For example, A, B, C, D. Okay, the G minus A പെർഫോം ചെയ്താൽ റിസൾട്ടന്റ് ഗ്രാഫ് എന്തായിരിക്കും? എന്തായിരിക്കും? ഈ ഒരു A എന്ന് പറയുന്ന വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യാണ് ഗ്രാഫ് എന്ന്. സോ റിസൾട്ടന്റ് ഗ്രാഫ് എന്തായിരിക്കും? ബി ഡി സി അല്ലെ? വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എഡ്ജസ് എന്തായിരിക്കും? റിമൂവ് ആവും. Then next, deletion of edge denoted as G minus EI. So in this example, G minus E3 gives A, B, C, D, E1, E2, E4. Okay? അപ്പോൾ വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആ വേർട്ടെക്സിന് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജസും റിമൂവ് ആവും. Is it clear? Clear. Okay. നെക്സ്റ്റ് ഈ ജി മൈനസ് ഇ ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു ജി റിംഗ് സം ഓഫ് ഇ ഐ. ഇങ്ങനെ എഴുതിക്കൂടെ? പറ്റില്ലേ? ഈ ഗ്രാഫിൽ നോക്കി, ജി റിംഗ് സം ഓഫ് E3 എന്തായിരിക്കും റിസൾട്ടന്റ് ഗ്രാഫ്? ജി റിംഗ് സം ഓഫ് E3 ഏതായിരിക്കും? ഇതായിരിക്കില്ല റിസൾട്ടന്റ് ഗ്രാഫ്. അതായത് ജിന്ന് റിംഗ് സം ഓഫ് E3 ചെയ്താൽ E3 എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രാഫ് ആയിരിക്കും അല്ലെ? ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. അപ്പൊ ജി റിംഗ് സം ഓഫ് E3 ചെയ്താൽ ഈ ഗ്രാഫിന്ന് ഇ എന്ന് പറയുന്ന എഡ്ജ് ഒഴികെ ബാക്കിയെല്ലാം എന്തുണ്ടാവും? റിസൾട്ടന്റ് ഗ്രാഫിൽ ഉണ്ടാകും. നമുക്ക് എന്ത് പറയാം? ജി മൈനസ് ഇ ഐ ഈക്വൽ ടു ജി റിംഗ് സം ഓഫ് ഇ ഐ. ക്ലിയർ? Okay. Next one, fusion. So fusion means ഒരു ഗ്രാഫിലെ രണ്ട് വേർട്ടെക്സിനെ നമുക്ക് ഫ്യൂസ് ചെയ്യാം. എ ബി ഈ രണ്ട് വേർട്ടെക്സിനെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വേർട്ടെക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ എ എന്ന് പറയുന്ന വേർട്ടെക്സിനെ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജും ബി എന്ന് പറയുന്ന വേർട്ടെക്സിനെ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജും നൗ ഇൻസിഡന്റ് ഇൻ ടു ദിസ് എ ബി. ഓക്കെ ആണോ? Okay. So in the graph, two vertices are replaced by a single new vertex such that every edges of that was incident on either A or B or in both is now incident on this new edge AB. So ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C, A, B, then E, T, 5, 2, 6,
7 3 4 1. സോ ഇതാണ് ഗ്രാഫ് ജി. സോ ഞാൻ ഈ ഗ്രാഫിൽ ദ വേർട്ടെക്സ് എ ആൻഡ് ബി ഫ്യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പുതിയൊരു വേർട്ടെക്സ് കിട്ടും, എ ബി. ഓക്കെ, സോ എങ്ങനെയായിരിക്കും ഈ ഒരു ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യുക? ഫ്യൂസ് ചെയ്താൽ, എ ആൻഡ് ബി ഫ്യൂസ് ചെയ്താൽ പുതിയൊരു വേർട്ടെക്സ് എ ബി കിട്ടും, റൈറ്റ്? ദെൻ ഇവിടെ എന്താ, എനോട് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജ് ആണ് 1. അപ്പൊ അതിനെ എവിടെ ഇൻസിഡന്റ് ചെയ്യും? എ ബിയിൽ ഇൻസിഡന്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ ബിയിൽ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജ് ആണ് 3. നൗ ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഇൻ ടു എ ബി. ഓക്കെ, നെക്സ്റ്റ് എഡ്ജ് 4 അല്ലെ, അത് ഇവിടെ ഇൻസിഡന്റ് ചെയ്യും. ദെൻ T7 6 5. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം എ ആൻഡ് ബിനെ കണക്ട് ചെയ്തിട്ട് 2 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടാവും. സോ ഇത് ഫ്യൂസ് ചെയ്യുമ്പോൾ ആ എഡ്ജ് ഇവിടെ എന്തായി മാറും? സെൽഫ് ലൂപ്പ് ആവും. റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ ആണോ? ഒരു ഗ്രാഫിൽ 2 വേർട്ടീസസിനെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വേർട്ടീസസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ 2 വേർട്ടെക്സിനെ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജ് ഒക്കെ എന്തായിരിക്കും? ഈ ന്യൂ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന വേർട്ടെക്സ് ആയിട്ട് ഇൻസിഡന്റ് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പഠിച്ചത്? എന്തൊക്കെയാ പഠിച്ചത് ഇതുവരെയായിട്ട്? യൂണിയൻ, ഇന്റർസെക്ഷൻ, റിസം, ഡിലീഷൻ, ഡീകമ്പോസിഷൻ ആൻഡ് ഫ്യൂഷൻ. ഓക്കെ, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? The next, a theorem for you. The theorem says that a connected graph G is an Euler graph if and only if it can be decomposed into circuits. A connected graph G is a Euler graph if and only if it can be decomposed into circuits. എന്താ തിയറം പറയുന്നത്? ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി യൂളർ ആണെങ്കിൽ ആ ഗ്രാഫിനെ എന്താണ്, സർക്യൂട്ട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ കണ്ടോ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. നിങ്ങൾ 2 പാർട്ടും പ്രൂവ് ചെയ്യണം. ഒരു ഗ്രാഫ് യൂളർ ആണെങ്കിൽ അതിനെ സർക്യൂട്ട് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ഗ്രാഫിനെ സർക്യൂട്ട് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? യൂളർ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാല്, one minute. Suppose a graph G can be decomposed into circuit. ഗ്രാഫിനെ നമുക്ക് സർക്യൂട്ട് ആയിട്ട് ഡികമ്പോസ് ചെയ്യാം. Then you want to prove that the given graph is Euler. Okay, want to prove that എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒരു ഗ്രാഫിനെ സർക്യൂട്ട് ആയിട്ട് ഡികമ്പോസ് ചെയ്യാൻ പറ്റും. ദെൻ ആ ഗ്രാഫ്
യൂളർ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് യൂളർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ യൂളർ ഗ്രാഫ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? നിങ്ങളൊരു ഗിവൺ ഗ്രാഫ് തന്നു, ആ ഗ്രാഫ് യൂളർ ആണ് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഓക്കെ, പാത്ത് ഉണ്ടെങ്കിൽ അത് യൂളർ ആയിരിക്കും. ഒരു ഗ്രാഫ് തന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും അത് യൂളർ ആണെന്ന്? ആ ഓക്കെ, വെരി ഗുഡ്. അതായത് ഒരു ഗ്രാഫിലെ എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി ഈവൺ ആയിരിക്കണം. ഈവൺ ആണെങ്കിൽ അത് എന്തായിരിക്കും? യൂളർ ആയിരിക്കും. നമുക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ജി എന്ന് പറയുന്ന ഗ്രാഫിലെ എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ? ജീനെ സർക്യൂട്ട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ കിട്ടുന്ന സർക്യൂട്ട് ഒക്കെ എന്തായിരിക്കും? എഡ്ജ് ഡിസ്റ്റേൺ സർക്യൂട്ട്സ് ആയിരിക്കില്ലേ? കാരണം ഡീകമ്പോസിഷൻ ആണ്. അപ്പൊ ഒരു ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്തിട്ട് പാർട്സ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ, ആ റിസൾട്ടന്റ് പാർട്സിൽ അതായത് റിസൾട്ടന്റ് സബ് ഗ്രാഫില് കോമൺ ആയ എഡ്ജസ് ഉണ്ടാവില്ല, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സർക്യൂട്ട്സ് ഒക്കെ എന്താണ്? എഡ്ജ് ഡിസ്റ്റേൺ സർക്യൂട്ട്സ് ആണ്. ഓക്കെ, സോ ഈ എഡ്ജ് ഡിസ്റ്റേൺ സർക്യൂട്ട്സിന്റെ യൂണിയൻ ആയിരിക്കും എന്ത്? അവർ ഗ്രാഫ് ജി. ഓക്കെ, അപ്പൊ സർക്യൂട്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം എല്ലാ സർക്യൂട്ട്സിന്റെയും വെർട്ടെക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും, അല്ലേ? നിങ്ങൾക്കറിയാം എല്ലാ സർക്യൂട്ട്സിന്റെയും വേർട്ടീസസിന്റെ ഡിഗ്രി 2 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? ഈവൺ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ജിയിലെ എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. സോ ജി ഈസ് എ യൂളർ ഗ്രാഫ്. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്തിട്ട് സർക്യൂട്ട്സ് ആക്കുന്നു. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് യൂളർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ കിട്ടുന്ന റിസൾട്ടന്റ് സർക്യൂട്ട്സ് ഒക്കെ എന്തായിരിക്കും? എഡ്ജ് ഡിസ്റ്റേൺ സർക്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ഈ എഡ്ജ് ഡിസ്റ്റേൺ സർക്യൂട്ട്സിന്റെ യൂണിയൻ ആയിരിക്കും എന്ത്? അവർ ഗ്രാഫ് ജി. ഓക്കെ, then we already know that the degree of every vertices in a circuit is 2. നമുക്ക് എന്ത് പറയാം? ഈ ഒരു ജി എന്ന് പറഞ്ഞ ഗ്രാഫിലെ എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. സോ ജി ഈസ് എ യൂളർ ഗ്രാഫ്. Is it clear? Okay. For example പറയുകയാണെങ്കിൽ സോ ഇതൊരു ഗ്രാഫാണ് ജി. ഞാൻ അതിനെ സർക്യൂട്ട് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാണ്. എ ബി എഫ് ഇ, ഇതൊരു സർക്യൂട്ട്. എ ബി ഇ എഫ് എ C1. The next circuit B C D E. ഇത് സെക്കൻഡ് സർക്യൂട്ട് ആണ്. ഈ ഗ്രാഫിനെ ഞാൻ സർക്യൂട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡികമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഗ്രാഫ് യൂളർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ എല്ലാ സർക്യൂട്ടും C1 and C2 എന്താ? എഡ്ജ് ഡിസ്റ്റേൺ സർക്യൂട്ട് അല്ലേ? കോമൺ എഡ്ജ് ഉണ്ടോ ഇവിടെ? കോമൺ എഡ്ജ് ഇല്ല. അപ്പൊ എനിക്ക് എന്ത് പറയാം? യൂണിയൻ ഓഫ് C1 C2 gives our graph G. ഓക്കെ, ഈ സർക്യൂട്ടിന്റെ എല്ലാ വേർട്ടീസസ് നോക്കിയേ, അതിന്റെ ഡിഗ്രി എന്താ?
2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ജിയിലെ എല്ലാ വേർഡ്സിനും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. സോ ജി ഈസ് എ യൂളർ ഗ്രാഫ്. ഓക്കെ അല്ലേ? സോ ഈ ഒരു തിയറം അധികം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു തിയറാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം. എന്താ സെക്കൻഡ് പാർട്ട്? എന്താ? ലെറ്റ് ജി ബി എൻ യൂളർ. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജി യൂളർ ആണെങ്കിൽ ജിയെ നമുക്ക് എന്താ സർക്യൂട്ട് ആയിട്ട് ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജി യൂളർ ഗ്രാഫ് ആയതുകൊണ്ട് ജിയിൽ എന്തുണ്ടാവും? യൂളർ ലൈൻ ഉണ്ടാവും. ദെൻ ഡിഗ്രി ഓഫ് എവറി വേർട്ടെക്സ് ഈസ് ഈവൻ. ഓക്കെ, ഇനി ഞാൻ എന്താ വെച്ചാല് ഈ പെർട്ടിക്കുലർ ജിന്ന് ഒരു വേർട്ടെക്സ് സേ V1 എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ചൂസ് ചെയ്യാണ്. ഓക്കെ, സോ V1 എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ചൂസ് ചെയ്താല് അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് എങ്കിലും ഇതിന് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടാവും. ഉണ്ടാവില്ലേ? കാരണം എന്താ? ജിയിലെ എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്താണ്? ഈവൺ ആണ്. ഓക്കെ, ഞാനൊരു പെർട്ടിക്കുലർ വേർട്ടെക്സ് V1 ചൂസ് ചെയ്യാണ്. ആ V1ൽ അറ്റ്ലീസ്റ്റ് എന്താ 2 എഡ്ജസ് എങ്കിലും ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എഡ്ജ് V1 V2 ആണെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ദെൻ V2ന്റെ കേസിൽ എന്താ? അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു എഡ്ജാണ് V2 V3. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഒരു സർക്യൂട്ട് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. then എനിക്കൊരു C1 എന്ന് പറയുന്ന സർക്യൂട്ട് കിട്ടി. ഞാൻ നെക്സ്റ്റ് എന്താ? ഈ പെർട്ടിക്കുലർ ഗ്രാഫിന്ന് ഈ C1 റിമൂവ് ചെയ്യാണ്. C1ന്റെ എഡ്ജസ് റിമൂവ് ചെയ്യാണ്. ഒരു റിസൾട്ടന്റ് ഗ്രാഫ് കിട്ടും G1. ഓക്കെ, ദെൻ അഗെയിൻ ഈ G1 എന്താണ്? വേറൊരു വേർട്ടെക്സ് ചൂസ് ചെയ്യും. സേ V2. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ദെൻ ഒരു സർക്യൂട്ട് കിട്ടും. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യുന്നത്? ഈ G1 ന്ന് ഈ സർക്യൂട്ട് റിമൂവ് ചെയ്യാണ്. ദെൻ ന്യൂ ഗ്രാഫ് കിട്ടും G3. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇതുവരെ ഗ്രാഫിൽ ഒരു എഡ്ജസും എല്ലാ എഡ്ജസും റിമൂവ് ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ കിട്ടുന്ന എല്ലാ സർക്യൂട്ടും എന്തായിരിക്കും? എഡ്ജ് ഡിസ്ജോയിന്റ് സർക്യൂട്ട് ആയിരിക്കും. അതിന്റെ മീനിങ്സ് എന്താ? ആ ഗ്രാഫിനെ നമുക്ക് സർക്യൂട്ട് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് എന്താണ്? ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്യുക, V1. ഓക്കെ, സോ നമുക്കറിയാം എന്താ? V1 എന്ന് പറയുന്നതിന്റെ ഡിഗ്രി എന്താണ്? E1 ആണ്. സോ അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് എങ്കിലും ഇൻസിഡന്റ് ചെയ്യുന്നു. അതാണ് V2. V2ന്റെ കേസിലും അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടാകും. സോ നമ്മൾ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാണ് V3. ഇനി ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ട് കിട്ടും C1. ദെൻ നെക്സ്റ്റ് എന്താ? ഈ ഗ്രാഫിന്ന് C1 റിമൂവ് ചെയ്യുക. ന്യൂ ഗ്രാഫ് കിട്ടും G1. സോ ഈ ഒരു പ്രോസസ്സ് എന്താ? കണ്ടിന്യൂ ചെയ്യും until no edges are left in that graph. ഓക്കെ, ഇപ്പൊ കിട്ടുന്ന എല്ലാ സർക്യൂട്ട്സ് എന്തായിരിക്കും? എഡ്ജ് ഡിസ്ജോയിന്റ് സർക്യൂട്ട്സ് ആയിരിക്കും. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഓക്കെ ആണോ എല്ലാവർക്കും? ആദിത്യ, ഐശ്വര്യ, അഖിൽ CV, അഖിൽ K, അനീഷ്, അമൽ.
സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ഒരു ഗ്രാഫ് യൂളർ ഗ്രാഫ് ആണോ? ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ ഡൗട്ട്? പെട്ടെന്ന് എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി നോക്കുക. ഈവൺ ആണെങ്കിൽ അതെന്തായിരിക്കും? യൂളർ ആയിരിക്കും. അപ്പൊ ജി എന്ന് പറഞ്ഞ യൂളർ ഗ്രാഫ് ആണ്. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇതിനെ സർക്യൂട്ട് ആയിട്ട് ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു വേർട്ടെക്സ്, അപ്പൊ എ എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്യാണ്. എ ചൂസ് ചെയ്തു. ദെൻ നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്, രണ്ട് എഡ്ജസ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എഡ്ജ് സെലക്ട് ചെയ്യാണ്, എ ബി. ഓക്കെ, നെക്സ്റ്റ് ഇ, then D, A, E1, E3, E4, E2. ഇതൊരു സർക്യൂട്ട്സ് ആയില്ലേ? C1 എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട്സ് ആണ്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ C1 Gന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? പുതിയൊരു ഗ്രാഫ് കിട്ടി, G1. നെക്സ്റ്റ് എന്താ? വേറൊരു വേർട്ടെക്സ് ഇവിടുന്ന് ചൂസ് ചെയ്യും, ദെൻ ഒരു സർക്യൂട്ട് ഫോം ചെയ്യും. അടുത്ത സർക്യൂട്ട് പറഞ്ഞേ, ബി, സി, എഫ്, ഇ, ബി. Okay, this one C2. നെക്സ്റ്റ് എന്താ? ഈ C2 G1 എന്ന് റിമൂവ് ചെയ്യാണ്. എഡ്ജസ് റിമൂവ് ചെയ്യാണ്. എല്ലാ എഡ്ജസും റിമൂവ് ചെയ്യാണ്. ദെൻ ഈ റിസൾട്ടൻ ഗ്രാഫിൽ ഇനി എഡ്ജസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന എല്ലാ സർക്യൂട്ടും നോക്കിയേ, C1 ആൻഡ് C2 ഇത് എഡ്ജ് ഡിസ്റ്റർബൻസ് സർക്യൂട്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗ്രാഫിനെ സർക്യൂട്ട് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. Is it clear? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ, ബി, സി, ടി, ഇ, എഫ്. നിങ്ങൾ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യും. E1, E2, E3, E4. Perform G minus E2, G minus B, decomposition,
then fusion of two vertices that is A and B in G. Perform G minus E2, G minus P decomposition, then fusion of two vertices that is A and B in G. Question complete ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇതൊരു ഹോംവർക്ക് ആണ്, നിങ്ങൾ ചെയ്യുക. ഇൻ കേസ് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് അറ്റൻഡൻസ്